നമസ്കാരം, വെൽക്കം ടു എയ്സ് യൂട്യൂബ് ചാനൽ. ഞാൻ അമീൻ ഖാൻ. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ PSC SSC മേഖലയിലൊക്കെ ചോദിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ നമുക്ക് ചർച്ച ചെയ്യാം. സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികളെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2026 അവസാനമായി 2023 ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി നടന്നത്. ടോട്ടൽ 106 തവണയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം വരെ ഭേദഗതി നടന്നിട്ടുള്ളത്. ആ 106 ഭേദഗതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭേദഗതികൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് SSC പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കുമെല്ലാം ഇന്ത്യൻ പൊളിറ്റിയുടെ ഭാഗമായിട്ടും ഭരണഘടനയുടെ ഭാഗമായിട്ടെല്ലാം വരുന്ന ചോദ്യങ്ങളാണ്. മിസ് ചെയ്യരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976. അല്ലേ, അവിടെ ബ്രാക്കറ്റിലൊരു പേര് കൊടുത്തിട്ടുണ്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യയുടെ ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്ന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 1976 വർഷം. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഭേദഗതികളിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് 76 ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. അതിൻ്റെ ഡേറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1976 ഡിസംബർ 18 അമെൻമെൻറ്റ് നടക്കുന്നത്. പ്രസിഡന്റ്, അന്നത്തെ ഈ സമയത്ത് പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, അതുകൊണ്ടാണ് ഈ രണ്ടുപേരുടെയും പേര് മെൻഷൻ ചെയ്തത്. അതിൻ്റെ മേജർ ചേഞ്ചസ്, അത് ആ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് നമുക്ക് പരിശോധിക്കാം. നോൺ ആസ് ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഭേദഗതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആഡഡ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി ടു ദ പ്രിയാമ്പിൾ. അതായത് ഭരണഘടനയുടെ ആമുഖത്തിനകത്തേക്ക് സോഷ്യലിസം, അതായത് എന്താണ്, സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്ന് പറയപ്പെടുന്ന 3 വേർഡ്സ് ആമുഖത്തിനകത്തേക്ക് കൂട്ടിച്ചേർത്തു. മറ്റൊന്ന് ആഡഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതായത് ഭാഗം 4A ആർട്ടിക്കിൾ 51A. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലായിരുന്നു. അങ്ങനെ മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക ചുമതലകൾ എന്ന് പറയുന്ന കണ്ടന്റ് 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. അതിലൂടെ ഭാഗം 4A കൂട്ടിച്ചേർക്കപ്പെട്ടു. ആർട്ടിക്കിൾ 51A ഇതേ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. മറ്റൊന്ന് ആഡഡ് ആർട്ടിക്കിൾസ് 39A, 43A ആൻഡ് 48A. ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വം അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ 3 ആർട്ടിക്കിൾസാണ്. 39A, 43A, അതുപോലെ തന്നെ 48A എന്ന് പറയപ്പെടുന്ന 3 ഇത് 3 കൂട്ടിച്ചേർക്കപ്പെട്ടത് ഈ 42ാം ഭേദഗതിയിലൂടെയാണ്. ഇൻക്രീസ്ഡ് ദ ടെന്യൂർ ഓഫ് ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഫ്രം 5 to 6 years. അതായത് അറിയാവുന്ന കാര്യമാണ്, എമർജൻസി കാലഘട്ടത്തിൽ, അതായത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഭേദഗതിയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും എല്ലാം കാലാവധി നോർമലി 5 കൊല്ലം എന്നുള്ളത് എത്ര വർഷത്തേക്ക് മാറ്റി? 6 വർഷമാക്കി വർദ്ധിപ്പിച്ചത് 42ാം ഭേദഗതിയിലൂടെയാണ്. അവിടെ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ലെറ്റർ റിവേഴ്സ്ഡ് ബൈ ദ 44th അമെൻമെൻറ്റ്. ഇത് തൊട്ടടുത്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതിയിലൂടെ ഇത് തിരിച്ച് 5 വർഷത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സ്ട്രെങ്തൻഡ് ദ പവേഴ്സ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ അധികാരം ഒന്നും കൂടെ ബലപ്പെടുത്താൻ എത്രാമത്തെ ആർട്ടിക്കിൾ കാരണമായി? 42ാമത്തെ ആർട്ടിക്കിൾ കാരണമായി. വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്, പഠിച്ചു പോകേണ്ടതാണ്. അടുത്ത നോക്കാം നമുക്ക് 44ാം ഭരണഘടനാ ഭേദഗതി 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. വർഷം പഠിച്ചോ 1978 ആണ്. ഡേറ്റ് ഓഫ് അസെൻറ്റ് 30 April 1979 ആണ്. അതായത് ആക്ട് പാസ്സായതാണ് പറയപ്പെടുന്നത് 79 എന്ന് പറയപ്പെടുന്നത്. അതായത് 79 April 30 അത് കെയിം ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്നത്. നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഭേദഗതി നടക്കുന്നത്. എന്തൊക്കെയാണ് ആ ഭേദഗതിയുടെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം. നോക്കിക്കോ. ഒന്ന്, റീസ്റ്റോർഡ് ദ മെനി ഡെമോക്രാറ്റിക് പ്രൊവിഷൻസ് ആഫ്റ്റർ ദ എമർജൻസി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഭരണഘടനയിൽ ധാരാളം ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേഞ്ചസ് സംഭവിച്ചതിനകത്ത് കുറേ കാര്യങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ റീസ്റ്റോർ ചെയ്യാൻ എത്രാം ഭേദഗതി കാരണമായി? 44ാം ഭേദഗതി കാരണമായി. റൈറ്റ് ടു പ്രോപ്പർട്ടി സീസ്ഡ് ടു ബി എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ബിക്കെയിം എ ലീഗൽ റൈറ്റ്. ആർട്ടിക്കിൾ 300A എന്ന് കൊടുത്തിട്ടുണ്ട്. സ്വത്താവകാശം
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശമായിരുന്നു. ആ മൗലികാവകാശത്തിൽ നിന്നും സ്വത്താവകാശത്തെ നീക്കം ചെയ്തുകൊണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു നിയമാവകാശമാക്കി മാറ്റി ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന പുതിയ ആർട്ടിക്കിൾ രൂപപ്പെടുത്തി അതിനകത്ത് സ്വത്താവകാശത്തെ ഉൾപ്പെടുത്തുന്നതും 44-ാം ഭേദഗതിയിലൂടെയാണ്. റീസ്റ്റോർഡ് ദ ടെനർ ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ടു 5 years. നേരത്തെ സൂചിപ്പിച്ചു 6 കൊല്ലമാക്കി. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ സാഹചര്യമൊക്കെയായിരുന്നു. അത് പിൻവലിച്ച് രണ്ടാമത് പുതിയ പ്രധാനമന്ത്രി വന്നതിന് ശേഷം തിരിച്ചിങ്ങോട്ട് തന്നെ 6 കൊല്ലം എന്നുള്ളത് എത്ര കൊല്ലം തന്നെയാക്കി, 5 കൊല്ലം എന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ ആക്കിയത് 44-ാം ഭേദഗതിയിലൂടെയാണ്. മെയ്ഡ് എമർജൻസി പ്രൊവിഷൻസ് മോർ സ്ട്രെങ്തൻഡ്. അതായത് എന്താണ് ഈ പറയപ്പെടുന്ന എമർജൻസി പ്രൊവിഷൻസ് ഉണ്ടല്ലോ, അടിയന്തരാവസ്ഥയിൽ കുറേ നിയമങ്ങളുണ്ടായിരുന്നു, അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം വന്നു. കാരണം ഒരു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന മറ്റൊരു ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാജ്യത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഏകിയിട്ടുള്ള കുറേ നിയമങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ നിയമങ്ങളിലെല്ലാം മാറ്റം വരുത്താൻ 44-ാം ഭേദഗതി കാരണമായി. അതുകൊണ്ട് തന്നെ ഈ എമർജൻസി നിയമങ്ങളിൽ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്താൻ 44-ാം ഭേദഗതി മൊറാർജി ദേശായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം. 52-ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1985 ആണ്. 985 നടന്നിട്ടുള്ള 52-ാം ഭേദഗതിയാണ്. അത് 985 ഫെബ്രുവരി 15-നാണ് അത് ഭേദഗതി നടക്കുന്നത്. ഗ്യാനി സെയിൽ സിംഗ് ആണ് അന്നത്തെ രാഷ്ട്രപതി, രാജീവ് ഗാന്ധിയാണ് അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്നത്. പർപ്പസ് എന്ന് പറയപ്പെടുന്നത് ഇൻട്രൊഡ്യൂസ് ദ ആൻറ്റി ഡിഫെക്ഷൻ ലോ. അതായത് രാജ്യത്ത് എന്താണ് ഈ കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്ന നിയമം അവതരിപ്പിക്കുന്നത് 52-ാം ഭേദഗതിയിലൂടെയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും MP-മാരും ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ അവരെ അയോഗ്യരാക്കി പുറത്താക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം കൊണ്ടുവരുന്നത് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോയിലൂടെയാണ്. അതിന് മലയാളം കൂറുമാറ്റ നിരോധനം എന്നാണ്. ആ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കാര്യമായി 52-ാം ഭേദഗതി ഉപയോഗപ്പെടുത്തിയത്. ആഡഡ് ദ 10th ഷെഡ്യൂൾ. ഭരണഘടനയിൽ 12 ഷെഡ്യൂൾസ് അല്ലെങ്കിൽ പട്ടികകളുണ്ട്. അതിൽ 10-ാം പട്ടിക കൂട്ടിച്ചേർത്തത് ഈ ഭേദഗതിയിലൂടെയാണ്. ആ 10-ാം പട്ടികയിലാണ് കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുത്തിയത്. മെമ്പേഴ്സ് ക്യാൻ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ ദ ഡിഫെക്ഷൻ. അതായത് ഡിഫെക്ഷൻ പ്രഖ്യാപിക്കുന്നതിലൂടെ മെമ്പേഴ്സ് അയോഗ്യരാക്കപ്പെടുന്നൊരു സാഹചര്യവും 52-ാം ഭേദഗതിയിലൂടെ തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ 52-ാം ഭേദഗതി 985. നോക്കാം നമുക്ക്. 61-ാം ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1988, 61th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ്. ഡേറ്റ് ഓഫ് അസെൻറ്റ് 1989, 28 മാർച്ചാണ്. 989 28 മാർച്ചിന് അന്നത്തെ പ്രസിഡന്റ് R വെങ്കിട്ടരാമൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. രാജീവ് ഗാന്ധി തന്നെയാണ് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ചേഞ്ചസ് വരുത്തിയത് റെഡ്യൂസ്ഡ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 years to 18 years. വോട്ടിംഗ് പ്രായത്തെ 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി ചുരുക്കിയത് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 326-ലാണത് പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 326 ഭേദഗതി ചെയ്യാനും ഈ 61-ാം ഭേദഗതി ഉപയോഗപ്പെടുത്തി. അതായത് വോട്ടിംഗ് പ്രായത്തെ പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 326. അത് ഭേദഗതി ചെയ്യാനും ഈ പറയപ്പെടുന്ന 361-ാം ഭേദഗതി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. നോക്കാം. 73-ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 992. ഡേറ്റ് ഓഫ് അസെൻറ്റ് 20 April 1993 ആണ്. ആക്ട് പാസ്സാക്കിയത് 92-ലാണെങ്കിലും 93-ലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ശങ്കർ ദയാൽ ശർമ്മ രാഷ്ട്രപതിയായിരുന്ന കാലഘട്ടത്തിൽ, PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് 73-ാം ഭേദഗതി അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന ചേഞ്ചസ് എന്ന് പറയപ്പെടുന്നത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പഞ്ചായത്ത് രാജ് നിയമം നിയമപരമായി ഭരണഘടനാപരമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഭേദഗതിയാണിത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാ പദവി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആഡഡ് പാർട്ട് 9, 9-ാം ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ 11-ാമത്തെ ഷെഡ്യൂൾ അഥവാ പട്ടിക 29 സബ്ജക്ട്സ് അടങ്ങുന്ന 11-ാമത്തെ പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ കാരണമായി. അതോടൊപ്പം തന്നെ ഗ്രാമസഭയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കൊടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് നമ്മൾ പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു സഭയ്ക്ക് ഭരണഘടനാ പദവി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം ഈ പറയുന്ന 73-ാം ഭേദഗതിയിലൂടെ സംഭവിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അടുത്തത് നോക്കാം നമുക്ക്. 74-ാം ഭരണഘടനാ ഭേദഗതി 992-ൽ തന്നെയാണ്. 993 April 20-ന് അസെൻഡ് ചെയ്യപ്പെട്ടു. ആക്ട് പാസ്സായത് 92-ൽ തന്നെയാണ്. അതേ കാലഘട്ടം തന്നെ ആയതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയാണ്, പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ നിയമത്തിലെ വ്യത്യാസം എന്ന് പറയപ്പെടുന്നത് ഗേവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു അർബൻ ലോക്കൽ ബോഡീസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ്. അതായത് നഗരസഭകൾക്ക് ഭരണഘടനാ പദവി നൽകുക, മുനിസിപ്പാലിറ്റികൾക്കൊക്കെ ഭരണഘടനാ പദവി നൽകുക. ഭരണഘടനയിൽ ഭാഗം 9A
നേരത്തെ 9 കൂട്ടിച്ചേർത്തു, ഇവിടെ 9A കൂട്ടിച്ചേർക്കുന്ന സാഹചര്യമുണ്ടായി. ആഡഡ് ദ 12th ഷെഡ്യൂൾ അഥവാ 18 സബ്ജക്റ്റ് അടങ്ങുന്ന 12ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികയാണുള്ളത്. അവസാനത്തെ 12ാം പട്ടിക കൂട്ടിച്ചേർത്തത് ഈ 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പാലിറ്റി അഥവാ നഗരപാലിക നിയമം കൊണ്ടുവരുന്നതിലൂടെയാണെന്നുള്ളത് ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ്. നോക്കാം, 86ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഏറ്റവും പ്രധാനപ്പെട്ട 42ാം ഭേദഗതി പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. 86ാം ഭരണഘടനാ ഭേദഗതി 2002 എന്ന് പറയപ്പെടുന്നത്. 2002 ഡിസംബർ 12-നാണ് ഇത് അവതരിപ്പിക്കുന്നത്, പാസ്സാക്കുന്നത്. APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയാകുന്ന കാലഘട്ടത്തിൽ, AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവരുന്നത്. പലർക്കും അറിയുമായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട പോയിന്റ്, മൗലികാവകാശത്തിലേക്ക് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ രൂപപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 ഇയേഴ്സ്, അവർക്ക് എഡ്യൂക്കേഷൻ, അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത് ഈ പറയുന്ന 86ാം ഭേദഗതിയിലൂടെയാണ്. മോഡിഫൈഡ് ആർട്ടിക്കിൾ 45 and 51A, അതായത് 45ാമത്തെ ആർട്ടിക്കിളിൽ മുൻപ് 6 to 14 എന്നുള്ളൊരു കണക്ക് പറയുന്നുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു മാറ്റം വരുത്തി. 51A, അതായത് നമ്മുടെ മൗലിക കടമകളിൽ 10 കടമ എന്നതിലേക്ക് ഒരു കടമ കൂടെ കൂട്ടിച്ചേർത്ത്, അങ്ങനെ 51Aയിലും ചെറിയ മാറ്റം വരുത്തി. ആർട്ടിക്കിൾ 45ലും ചെറിയ മാറ്റം വരുത്തി. അതോടൊപ്പം തന്നെ ആഡഡ് ദ 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, അതന്നെ ഉദ്ദേശിക്കുന്നത് 10 മൗലിക കടമ എന്നുള്ളത് 11ാമത്തെ കടമയാക്കാനും ഈ ഭേദഗതി ഉപയോഗപ്പെടുത്തി എന്നുള്ളതും കൂടെ ഇതിനകത്ത് ചേർത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. 91ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2023, ഡേറ്റ് ഓഫ് അസെൻറ്റ് 2004 ജനുവരി 1. APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയാണ്, AB വാജ്പേയി അന്നത്തെ പ്രസിഡന്റാണ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. അതിൻ്റെ പ്രധാന ചേഞ്ച് എന്ന് പറയപ്പെടുന്നത് ലിമിറ്റഡ് ദ സൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു 15% ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ ലോവർ ഹൗസ്. ശ്രദ്ധിക്കുക, പാർലമെൻറ്റിൽ ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% മാത്രമേ ഇനി കേന്ദ്രമന്ത്രിമാരുണ്ടാകാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചത് ഈ ഭേദഗതിയിലൂടെ. മന്ത്രിമാർക്ക് ഒരു എണ്ണത്തിൽ ഒരു ലിമിറ്റേഷൻ കൊണ്ടുവരുന്നത് ഈ ഭേദഗതിയിലൂടെയാണ്. തോന്നിയ പോലെ മന്ത്രിമാരുടെ എണ്ണം വെക്കാൻ പറ്റാതെ ഒരു പെർട്ടിക്കുലർ നമ്പറിൽ മന്ത്രിമാരുടെ എണ്ണം നിർത്തണം. അതിന് എത്രയാണോ ലോകസഭയുടെ സീറ്റ് അതിൻ്റെ 15% എന്ന് പ്രഖ്യാപിച്ചത് ഈ പറയുന്ന ഭേദഗതിയിലൂടെയാണ്. സ്ട്രെങ്തൻഡ് ദ ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം ഒന്നും കൂടെ പവർപ്പെടുത്താൻ, അതിനകത്ത് ഒന്നും കൂടെ ശക്തിപ്പെടുത്താൻ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതും ഇതേ ഭേദഗതിയിലൂടെയാണ്. അതൊന്ന് കൂട്ടത്തിൽ ഓർമ്മയിൽ വെച്ച് പോകുക. അടുത്തത് 97ാം ഭരണഘടനാ ഭേദഗതിയാണ് 2011. ഡേറ്റ് ഓഫ് അസെൻറ്റ് 2012 ജാനുവരി 12-നാണ് ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. പ്രതിഭ പാട്ടീൽ രാഷ്ട്രപതിയാകുന്ന കാലഘട്ടത്തിൽ, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് 97ാം ഭേദഗതി സംഭവിക്കുന്നത്. പ്രധാന മേജർ ചേഞ്ച് എന്ന് പറയപ്പെടുന്നത് ഗേവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതാണ് ഈ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഡഡ് പാർട്ട് 9B ഭാഗം 9B കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഈ ഭേദഗതിയിലൂടെയാണ്. അമെൻഡഡ് ആർട്ടിക്കിൾസ് 19 and 43B ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുന്ന 19ാമത്തെ ആർട്ടിക്കിളും 43B എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിളും എന്ത് ചെയ്യപ്പെട്ടു, അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടതും ഇതേ ഭേദഗതിയിലൂടെയാണ് എന്നുള്ളത് കൂട്ടത്തിൽ ഓർമ്മയിൽ വെക്കുക. അടുത്ത ഭേദഗതി നോക്കിക്കോ, 100ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ 2015 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രണബ് മുഖർജി പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഭേദഗതിയാണ്. 2015 മെയ് 28-നാണ് ഈ പറയുന്ന ഭേദഗതി നടക്കുന്നത്. നോക്കിക്കോ, ഇംപ്ലിമെൻറ്റഡ് ദ ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തിയിൽ ഒരു പുനർനിർണയ കരാറിൽ ഒപ്പുവെക്കാൻ ഈ ഭേദഗതി കാരണമായി. ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് എക്സ്ക്ലേവ് ചെയ്ത് കിടക്കുന്ന കുറേ പ്രദേശങ്ങൾ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുകയും ബംഗ്ലാദേശിൽ തിരിച്ചു കൊടുക്കേണ്ട പ്രദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്ത് അതിർത്തി ഒരു പുനർനിർണയ കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാൻ കാരണമായത് 100ാം ഭേദഗതിയിലൂടെയാണ്. എക്സ്ചേഞ്ച്ഡ് ദ എൻക്ലേവ്സ് ആൻഡ് സെറ്റിൽഡ് ദ ലാൻഡ് ബൗണ്ടറി, അതായത് അങ്ങോട്ട് പ്രവേശിച്ചതൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തിയത്, അതിർത്തി യഥാർത്ഥ രൂപത്തിലേക്ക് അതിർത്തി ചെയ്യപ്പെട്ടതും ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഈ ഭേദഗതി വന്നതോട് കൂടിയിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വ്യക്തമായി ഒരു അതിർത്തി പ്ലാൻ നമുക്കുണ്ടാകുന്നത് ഈ ഭേദഗതിയിലൂടെയാണ്. നോക്കാം, 101ാം ഭരണഘടനാ ഭേദഗതി 2016 സെപ്റ്റംബർ 8 കൊണ്ടുവരുന്ന നിയമം. പ്രണബ് മുഖർജി രാഷ്ട്രപതിയാണ്, നരേന്ദ്രമോദി പ്രധാനമന്ത്രി.
മന്ത്രിയാണ്. പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയപ്പെടുന്നത് ഇൻട്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST. രാജ്യത്ത് GST അവതരിപ്പിക്കുന്നത് ഈ പറയപ്പെടുന്ന ഈ ഭേദഗതിയിലൂടെ 2017 പ്രാബല്യത്തിൽ വരുന്നത്. GST അവതരിപ്പിക്കപ്പെടുന്നത് ഈ പറയപ്പെടുന്ന ഭേദഗതിയിലൂടെയാണ്. ആഡഡ് ആർട്ടിക്കിൾ 279A GST കൗൺസിൽ എന്ന് പറയപ്പെടുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 279A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പുതിയതായിട്ട് രൂപപ്പെട്ടത് 101 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നോക്കാം 102. നമ്മൾ 100 മുതൽ താഴോട്ട് എല്ലാ ഭേദഗതികളും ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും അവസാനം നടന്ന 5 ഭേദഗതി എന്ന നിലക്ക് അല്ലെങ്കിൽ 6 ഭേദഗതി എന്ന നിലക്ക് പറയുന്നുണ്ട്. 102 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2018 ഓഗസ്റ്റ് 11, അതായത് രാംനാഥ് കോവിന്ദ് പ്രസിഡന്റാണ്, നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളൊരു പ്രത്യേകത. അതായത് 100 മുതൽ താഴോട്ട് പ്രധാനമന്ത്രി മൊത്തം നരേന്ദ്രമോദി ആയിരിക്കും. ആ രൂപത്തിൽ ശ്രദ്ധയിൽ വെക്കാൻ മതി. നോക്കിക്കോ, ഗ്രാൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ദ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് അഥവാ NCBC പിന്നോക്ക വിഭാഗ കമ്മീഷൻ രാജ്യത്ത് അവതരിപ്പിച്ചു. ആർട്ടിക്കിൾ 338B രൂപപ്പെട്ടു. ഇൻട്രൊഡ്യൂസ്ഡ് ആർട്ടിക്കിൾ 342A ആൾസോ. അതായത് 338B എന്ന് പറയുന്ന ആർട്ടിക്കിൾ രൂപീകരിക്കപ്പെട്ടു, 342A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ രൂപീകരിക്കപ്പെട്ടു. അതിന് കാരണമായത് പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതാണ്. അത് ഈ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ള 102 ഭേദഗതിയിലൂടെ വന്നിട്ടുള്ള നിയമമാണ് എന്നുകൂടെ അതിനകത്ത് ഓർത്ത് വയ്ക്കുക. അടുത്തത് 103 ഭരണഘടനാ ഭേദഗതി 2019. ഡേറ്റ് ഓഫ് അസെൻറ്റ് ജാനുവരി 12, 2019. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി, നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി. നോക്കിക്കോ, പ്രൊവൈഡഡ് 10% റിസർവേഷൻ ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS. അതായത് മുന്നോക്ക വിഭാഗക്കാരിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തികമായിട്ട് റിസർവേഷൻസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അത്. വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റൊക്കെ കാര്യത്തിൽ അവർക്കും റിസർവേഷൻ കിട്ടുന്ന സാഹചര്യം ഒരുക്കി. അമെൻഡഡ് ആർട്ടിക്കിൾ 15 and 16 ഇന്ത്യൻ ഭരണഘടനയിലെ 15, 16 ആർട്ടിക്കിളുകൾ ഭേദഗതി ചെയ്തതും ഈ പറയപ്പെടുന്ന 103 ഭേദഗതിയുടെ മൗലികാവകാശത്തിലെ 2 ആർട്ടിക്കിൾസിലാണെന്ന് ഭേദഗതി നടത്തിയിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 104 ഭരണഘടനാ ഭേദഗതി 2020 ജാനുവരി 21 രാംനാഥ് കോവിന്ദ് തന്നെ രാഷ്ട്രപതി, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലം. നോക്കിക്കോ, അബോളിഷ് ദ നോമിനേഷൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സ് ടു ദ ലോക്സഭ ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇന്ത്യയുടെ ലോകസഭയിലേക്കും സംസ്ഥാനത്തെ നിയമസഭകളിലേക്കും ആംഗ്ലോ ഇന്ത്യൻസിനെ, അല്ലേ, പോർച്ചുഗീസുകാർ പണ്ടിവിടെ വന്ന് സ്ഥിരതാമസമാക്കിയ ആംഗ്ലോ ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന വിഭാഗക്കാർക്ക് ഇന്ത്യൻ ഭരണഘടനാ നിയമപ്രകാരം അവർക്ക് 2 സീറ്റ് ലോകസഭയിലേക്കും ഓരോ സീറ്റ് ഓരോ സംസ്ഥാനത്തെ നിയമസഭയിലേക്കും നോമിനേഷൻ ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കി നീക്കം ചെയ്തു ഈ ഭേദഗതിയിലൂടെ. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ ആരുടെ പ്രാതിനിധ്യമില്ല, ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ പ്രാതിനിധ്യമില്ല. അത് നീക്കം ചെയ്തത് ഈ ഭേദഗതി വഴിയാണ്. എക്സ്റ്റെൻഡഡ് ദ റിസർവേഷൻ ഓഫ് SC and STs ഇൻ ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഫോർ 10 more years. അതായത് SC ST വിഭാഗക്കാർക്ക് പ്രത്യേക മണ്ഡലങ്ങളൊക്കെ അവർക്ക് പ്രത്യേക റിസർവ്ഡ് മണ്ഡലങ്ങളുണ്ട്. അത് കാലഘട്ടം തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഒരു 10 വർഷത്തേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. SC ST വിഭാഗക്കാരുടെ റിസർവേഷൻ എന്ന് പറയപ്പെടുന്നത്. നോക്കാം, 105 ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത് 2021 ഓഗസ്റ്റ് 18 രാംനാഥ് കോവിന്ദ് തന്നെ രാഷ്ട്രപതി, നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്നത്. നോക്കിക്കോ, റീസ്റ്റോർഡ് ദ പവർ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസ് ടു ഐഡൻറ്റിഫൈ ദെയർ ഓൺ OBC ലിസ്റ്റ്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഓരോ സംസ്ഥാനത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി അനുസരിച്ച് ആരാണ് പിന്നോക്ക വിഭാഗക്കാർ എന്ന് കണ്ടെത്താൻ OBCയെ തീരുമാനിക്കാൻ അതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വിട്ടുകൊടുത്തു. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത ആളുകളായിരിക്കും OBC ആകുക. അതുകൊണ്ട് അത് അവരവർ കണ്ടെത്തട്ടെ എന്ന് തീരുമാനിച്ചതാണ് 105 ഭേദഗതിയെങ്കിൽ അവസാനത്തെ ഭേദഗതി നോക്കാം. 106 ഭരണഘടനാ ഭേദഗതി 2023. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഇതിൻ്റെ പേര്. അതായത് സ്ത്രീ വനിതാ സംവരണ ബില്ല് എന്ന് നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. ദ്രൗപദി മുർമുവാണ് രാഷ്ട്രപതി, നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പറയപ്പെടുന്നത് അന്ന് ഈ നിലവിലെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്നത്. പ്രൊവൈഡ്സ് 33% ഓഫ് റിസർവേഷൻ ഫോർ വിമൻ ഇൻ ദ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഡൽഹി. അതായത് ഇന്ത്യയുടെ ലോകസഭയിലേക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നിയമസഭയിലേക്കും ഡൽഹിയിലെ നിയമസഭയിലേക്കുമൊക്കെ 33%
വനിതകൾക്ക് റിസർവേഷൻ നൽകുന്ന ഒരു സാഹചര്യം നിയമം കൊണ്ടുവന്നതാണ്. ഇനി മുതൽ വനിതകൾക്ക് സെപ്പറേറ്റ് മണ്ഡലങ്ങളുണ്ടായിരിക്കും. ആകെ വനിതകളുടെ എണ്ണം സഭയിലെ മൊത്തം സീറ്റിൻ്റെ 33% വേണ്ടിയിട്ട് തീരുമാനിച്ചു. വിൽ കം ഇൻ ടു എഫക്റ്റ് ആഫ്റ്റർ ദ നെക്സ്റ്റ് സെൻസസ് ആൻഡ് ഡീലിമിറ്റേഷൻ എക്സസൈസ്. ഇപ്പോൾ നിലവിൽ രാജ്യത്ത് സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെൻസസ് നടന്ന് എല്ലാം ഡീലിമിറ്റേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം രാജ്യത്ത് പുതിയ മണ്ഡല പുനർനിർണ്ണയമൊക്കെ വരും. അതിനുശേഷം വനിതകൾക്ക് സംവരണത്തിൻ്റെ മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നതോട് കൂടിയിട്ട് രാജ്യത്ത് എല്ലാ സഭകളിലും 33% വനിതകൾക്ക് സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഈ പറയപ്പെടുന്ന 106-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 106-ാം ഭേദഗതി എന്ന് പറയപ്പെടുന്നത്. നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ സംസാരിച്ചത് ഭരണഘടനയുടെ ഭേദഗതികളെക്കുറിച്ചാണ്. 106 ഭേദഗതികളാണ് നമ്മൾ ഭരണഘടനയിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്. അതിലെ ഏറ്റവും മേജറായിട്ടുള്ള ഭേദഗതികൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. നിർബന്ധമായും PSC, SSC അതുപോലെ തന്നെ RRB പോലത്തെ പരീക്ഷകൾക്കൊക്കെ പൊളിറ്റിയുടെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. അവിടെ നിർബന്ധമായും ഈ ഭേദഗതികൾ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഏസിൻ്റെ പേജിൻ്റെ കൂടെ കൂടുക. താങ്ക് യു.